ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവരവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കും. അപ്പം രേവതി വന്ന് ഇത് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ചേച്ചി ഇങ്ങോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നൊരു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ രേവതി ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും അമ്മയും മോളും കൂടി അങ്ങ് പോയി. അതായത് ശ്രുതിയും ചന്ദ്രയും കൂടി അങ്ങ് പോയി. ആ സമയം നമ്മുടെ വർഷയ്ക്കും രേവതിക്കും സങ്കടമായിട്ടോ. അപ്പം ഞാനുള്ളത് കൊണ്ടാണ് അമ്മ ഫോട്ടോ എടുക്കാതെ പോയതെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി, വലിയ സെലിബ്രിറ്റി ആണെന്നാണ് വിചാരം. നമുക്കെടുക്കാം ചേച്ചി വാ എന്നും പറഞ്ഞ് വർഷ രേവതിയും കൂട്ടി നിർത്തി ഫോട്ടോ എടുക്കുക. അപ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടുകാർ വന്നു. ചെറുക്കൻ്റെ വീട്ടുകാർ വന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അതുവഴി ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ 2-3 ചേട്ടന്മാർ സച്ചിയെ കണ്ടു. സച്ചി കൈയൊക്കെ കൊടുത്തു, ഇങ്ങനെ നടന്നു വരുന്നു. അങ്ങനെ നടന്നു വരുന്ന വരവിൽ സച്ചിയുടെ കണ്ണിൽ പെട്ടെന്ന് എന്തോ ഉടക്കി. സച്ചി എന്നിട്ട് അവിടുന്ന് ആരും കാണാതെ തിരിഞ്ഞോടി. അങ്ങനെ സച്ചി തിരിഞ്ഞോടി കഴിഞ്ഞപ്പം രവിയേട്ടനും അതുപോലെ സുധിയും ശ്രീകാന്തും ഒക്കെ കൂടെ ഇങ്ങനെ നടന്നു വരിക. രാവിലത്തെ ഫുഡ് നല്ലതായിരുന്നല്ലേ അച്ഛാന്ന് ചോദിച്ചു സുധി. അപ്പോൾ അതെ എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് സതിക്ക് എത്ര കൂട്ടം കറികൾ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് സുധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എത്ര കൂട്ടം കറികളുണ്ടെങ്കിൽ നന്നായി മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ല ഏട്ടാ, ഭക്ഷണത്തെ പറ്റി മാത്രമേ ചിന്തയുള്ളല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. നീയും കഴിച്ചല്ലോ, ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, ഇത് നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ കല്യാണമാണ്, അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി ഓടി വന്നിട്ട് അച്ഛ ഇങ്ങൊന്നി ഓടി വന്നേ, ഒരു കാര്യം കഴിച്ചുതരാം വാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് സച്ചി. അപ്പോൾ ശ്രീകാന്തും സുധിയും കൂടെ പിന്നാലെ പോകണം. അച്ഛനെങ്കിൽ വന്നേ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. അപ്പോഴേക്കും ഇവരും വന്ന് അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. അതായത് അവർ 4 പേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക. അതായത് വർഷ, രേവതി, ശ്രുതി, ചന്ദ്ര. ഇത് കണ്ട അന്തം വിട്ടിട്ടാണ് സച്ചി ഓടിപ്പോയത്. കൊണ്ടുവന്ന് ഇവരെ കാണിച്ചും കൊടുക്കുന്നു. 4 കൂടി എന്തോ ഒത്തൊരുമയോടെ ഇന്ന് കഴിക്കണേന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നേരം അവിടെ നിന്ന് പറയുന്നേ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മുഖം വലിച്ചേറ്റി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പം അച്ഛാ അപ്പോഴത്തേക്ക് എടാ, ഇവർ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കാനാണോ നീ വിളിച്ചുകൊണ്ട് വന്നത്? ഇവർ ആഹാരം കഴിക്കുന്നത് നീ ആദ്യമായിട്ടാണോ കാണുന്നത്? എന്തൊരു മോണ്ടറാണോ നീ എന്ന ശ്രുതി. എടാ, അമ്മ 3 മരുമക്കളുടെയും കൂടെ ചിരിച്ച് കളിച്ച് സന്തോഷിച്ചിരുന്നല്ലേടാ ഭക്ഷണം കഴിക്കുന്നത്. എപ്പോഴെങ്കിലും നീ ഇങ്ങനെ കണ്ടിട്ടുണ്ടോടാ എന്ന് ചോദിച്ചു. അതില്ല, എന്തെങ്കിലും കണ്ടിട്ടില്ലെന്ന് ശ്രുതി. അച്ഛാ, ഇത് കാണുമ്പോൾ കണ്ണിനൊരു കുളിർമയുണ്ടല്ലോ അച്ഛാ എന്ന് സച്ചി. അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴത്തേക്ക് ഇവർ കയറി ചെന്നു. അപ്പോൾ സന്തോഷമായി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലേ രവിയേട്ടൻ. ഇത് നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം കൂടിയല്ലേ, വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ചോദിച്ചു. എന്നാൽ പിന്നെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ മുളകും ഒക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. സച്ചി മക്കളെ കിച്ചണിലേക്ക് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അയ്യോ കിച്ചണിലേക്കോ? അപ്പം എല്ലാവരും കൂടിയോ? ഞാനില്ല, സെർവ് ചെയ്യാനോ? ഞാനൊരു ബിസിനസ് ആയിക്കൂണോ എന്ന് പറയപ്പോൾ ബിരിയാണിക്ക് നിൽക്കുന്നത് അടുക്കളയിലാണല്ലോ. എൻ്റെ പേടിയാണ് ശ്രുതിക്ക്. അയ്യോശ്വരാ, എൻ്റെ ദൈവമേ. അപ്പോൾ അച്ഛ, എൻ്റെ ഈ കൈകൾ തൊട്ടിപ്പിടിച്ച് വിളമ്പാനുള്ളതല്ല എന്ന് ശ്രുതി പറയുമ്പോൾ ഒരു ബിസിനസ് ആയിക്കോണം. വാടാ ഇങ്ങോട്ടോ പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെയും പിടിച്ച് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ അച്ഛൻ്റെ സ്റ്റാറ്റസ് 7 ഡിഗ്രി എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ എന്ന് പറയപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ ബീരാനിക്ക് കിച്ചണിലാണല്ലോ ഉള്ളത്, അവർ അദ്ദേഹത്തെ കാണും ഉറപ്പാ. അപ്പോഴത്തേക്കും അങ്കിൾ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ വിളിക്കണം. അതെ, ഒന്നും വേണ്ട അങ്കിളെ, ഇതൊക്കെ തന്നെ മതി ഞങ്ങൾക്ക്. ആൻറ്റി വെറുതെ പറഞ്ഞതാ. അപ്പോൾ വെറുതെ പറഞ്ഞതൊന്നും അല്ല കേട്ടോ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേണമെന്ന് ചന്ദ്ര. നിങ്ങൾ പോയി എടുത്തിട്ട് വരാൻ ചന്ദ്ര. അപ്പോൾ വേണം. അപ്പോൾ വാ നമുക്ക് പോയി എടുക്കാം. അങ്ങനെ അവർ പോകുമ്പോഴത്തേക്കും എൻ്റെ ദൈവമേ, ശ്രുതിക്ക് ഒരു രക്ഷയില്ല. ഇരിക്കുന്നത് എന്നിട്ട് തിരിപ്പോലും ഉറയ്ക്കുന്നില്ല. പേടിച്ച് വിറച്ച് ഷോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ആ സമയം പിന്നെ അടുക്കളയിൽ ഭയങ്കരമായിട്ട് കറക്കരിയുന്നു, ആൾക്കാരോരോന്ന് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛനും മക്കളും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ബീരാനിക്ക് അവിടെ ഇരിപ്പുണ്ട്. ബീരാനിക്ക് നോക്കുമ്പോൾ അവരവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് ബീരാനിക്ക് അവിടെ ഇരുന്ന പത്രം എടുത്ത് ഇങ്ങനെ മുഖം മറച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ പത്രമല്ല, പഴയ പത്രമാണ് ചേട്ടാ എന്ന് കൂടെയുള്ളൊരു ചേട്ടൻ പറയുമ്പോൾ ഞാൻ പഴയ പത്രം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് പത്രം വായിക്കാം. അതേവിടെ വിളമ്പാനോട് ആൾക്കാരുണ്ട്, നിങ്ങൾ വിളമ്പണ്ടാന്ന് പറഞ്ഞു ഒരു ചേട്ടൻ. എന്നേരം ഇവരെ കണ്ടപ്പം ഭാര്യമാർക്ക് വിളമ്പാൻ വേണ്ടിയിട്ടാ, വിളമ്പിയിട്ട് ഇപ്പം തന്നെ തിരിച്ചു കൊണ്ട് വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ബിരിയാണിക്ക് ഇങ്ങനെ പത്രത്തിൻ്റെ പുറകെ കൂടി ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അവർ പോയെന്ന്. അപ്പോൾ ഇതിൽ സാമ്പാർ കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് പാത്രത്തിൽ നിന്ന് കുറച്ച് സാമ്പാറൊക്കെ എടുപ്പിക്കുന്നു സുധി. അപ്പോൾ സുധി അങ്ങനെ സാമ്പാർ എടുക്കാൻ ചെന്നപ്പോഴത്തേനും ഒരാൾ പത്രവും വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാണ്. സുധി എന്നിട്ട് ഇങ്ങനെ ബീരാനിക്കയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നു. അപ്പോഴത്തേക്കും ബീരാനിക്കയ്ക്ക് പേടിയായി. ബീരാനിക്ക പേടിച്ച് വരച്ചിങ്ങനെ ഇരിക്കുക. പിടിച്ചു എന്നും പറഞ്ഞു. പക്ഷേ ഈ സുധി ചെന്ന പത്രത്തിൻ്റെ മറു സൈഡിലാണ് പിടിക്കുന്നത്. അതിൻ്റെ പുറകിലൊരു വാർത്ത. അപ്പോൾ സ്വത്ത് കൈക്കലാക്കി മരുമകളോടൊപ്പം ചേർന്ന് ഇളയച്ചൻ എന്നും പറഞ്ഞൊരു വാർത്ത. അതും വിദേശിയായ ഇളയച്ചൻ. അയ്യോ എൻ്റെ ദൈവമേ, ബീരാനിക്കയുടെ പത്രമാണ് വായിക്കുന്നത്. ഈ ഇളയച്ചന്മാരെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കുക. ബീരാനിക്ക് ഈ പത്രം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഈ ന്യൂസ് ഇതിനു മുമ്പും വായിച്ചതാണല്ലോ, ഇനിയും എന്നും പറഞ്ഞ് നിൽക്കുമ്പം അത് പഴയ പത്രമാ എന്നൊരു ചേട്ടൻ. ചുമ്മാതല്ല
ഏത് തലയ്ക്ക് വെളിവില്ലാത്തവനാണ് പഴയ പത്രം വായിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം ചോദിച്ചു കേട്ടോ. ബീരാനിക്ക പേടിച്ചരണ്ട് ഇങ്ങനെ ഇരിക്കുക. എടാ സുധി, നീ ആ സാമ്പാർ എടുത്തോണ്ട് വേഗം വന്നേടാ, അവരവിടെ കാത്തിരിക്കുന്ന, നീ വന്നേ എന്നും പറഞ്ഞ് അച്ഛൻ വിളിച്ചു. അവരങ്ങ് പോയപ്പോൾ ബീരാനിക്ക ഈ പത്രവും മാറ്റി ഇങ്ങനെ അവിടെ നിൽക്കുക. അവർ പോയി എന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്ക ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് ഒരു ശ്വാസവും വിട്ടു. എൻ്റെ ദൈവമേ, എന്തൊരു പരീക്ഷണോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇവർ കഴിക്കാനുള്ളതൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ ഇവർ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്കും ശ്രുതിക്കൊരാശ്വാസം. അവർ ബീരാനെ കണ്ടില്ലെന്നാണ് തോന്നണ, സമാധാനം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ. ആ സമയത്ത് ഇഡലി സാമ്പാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇതെല്ലാം വിളമ്പി കൊടുക്കുന്നു. ഇവരെല്ലാവരും അത് കഴിക്കുവാണ്. ആ സമയത്ത് ബീരാനിക്ക അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുമ്പോഴത്തേക്കും മോനെ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ച് ബീരാനിക്ക അവിടെ കുറച്ച് പേര് പിടിച്ചു നിർത്തി. അപ്പോൾ അവർ നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറയാണ് ബീരാനിക്ക നിൽക്കുന്നത്. ആ സമയത്ത് നമ്മുടെ സച്ചി രേവതിക്കെല്ലാം വിളമ്പിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ബീരാനിക്ക ഇങ്ങനെ അതിൽ ജീവനും കൊണ്ട് ഇറങ്ങി ഓടുന്നു. അപ്പോഴത്തേക്ക് സച്ചി അവിടെ വീഡിയോ പിടിക്കുന്നു. അപ്പോൾ സച്ചി വീഡിയോ പിടിക്കുമ്പം രേവതി നീ എന്നാ കഴിക്കാത്തേന്ന് ചോദിച്ചു സച്ചി. അപ്പോൾ എനിക്ക് വേണ്ട, മതിയായി സച്ചി ഏട്ടാന്ന് പറഞ്ഞപ്പം വേണ്ടെന്നോ, ദേ പറഞ്ഞാൽ പറ്റത്തില്ല, കഴിക്കുക ദേ നീ ഇന്ന് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി നിർബന്ധിച്ച് രേവതിക്ക് വാരി കൊടുക്കുക. അപ്പോൾ അവളുടെ കൈക്ക് സൂക്കേടൊന്നും ഇല്ലല്ലോ, നീ എന്തിനെങ്ങനെ ഊട്ടുന്നതെന്ന് സുധി ചോദിച്ചു. എടാ അതൊക്കെ എൻ്റെ ഇഷ്ടം, നീ വേണമെങ്കിൽ നീ നിൻ്റെ ഭാര്യയ്ക്ക് ഊട്ടി കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ ഞാനും ഊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സുധി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വർഷയും ഇങ്ങനെ ശ്രീകാന്തിനെ തന്നെ തുറച്ച് നോക്കുക. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഊട്ടി കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ട് ശ്രീകാന്ത് വർഷയ്ക്ക് വാരി കൊടുക്കാനായിട്ട് അങ്ങ് പോയി. നീയും ചെല്ലടാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ. അങ്ങനെ മക്കളെല്ലാവരും വാരി കൊടുക്കുക. ആ സമയത്ത് ചന്ദ്രയുടെ മുഖം വാടി. ഇപ്പം ചന്ദ്രയ്ക്ക് വാരി കൊടുക്കണമല്ലോ, അപ്പോൾ ഫോട്ടോ എടുക്കാൻ ആരുമില്ല. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോട്ടോഗ്രാഫറെ ഒന്ന് വരും, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വിളിച്ചു. അപ്പോഴത്തെ ഇവരെല്ലാവരും കൂടെ ഭക്ഷണം വാരി കൊടുക്കുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ ആ ഫോട്ടോഗ്രാഫറോട് സച്ചി പറഞ്ഞു. അച്ഛനും വാരി കൊടുക്കാൻ പറയും. ഞാനൊന്നും ഇല്ല എന്ന് പറയും. എന്താ അച്ഛാ ഇത്രയും വയസ്സ് വരെ ഭാര്യ ഊട്ടാവുള്ളൂ എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. അതെ, ഞങ്ങൾ കാണാതെ വീട്ടിൽ അച്ഛനും അമ്മയും ഊട്ടാറില്ലെന്ന് ചോദിച്ചു. ഒന്ന് പോടാ അവിടുന്ന്, ഞാൻ എന്നാൽ ഞങ്ങൾ അറിയുന്നുണ്ട്. വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി പറയുമ്പോൾ പക്ഷെ അവിടെ നിന്നും പറഞ്ഞിരിക്കുക ചന്ദ്ര. കൊടുക്ക ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം ഭാര്യമാർക്ക് വാരി കൊടുക്കുന്നത് അവിടെ ഫോട്ടോയൊക്കെ എടുത്തു. ഭയങ്കര സന്തോഷമായി. അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അശോകങ്ങളുടെ മകളുടെ കല്യാണം നടക്കുന്നതിന് മുന്നേ ഈ മണ്ഡപത്തിൽ 4 കല്യാണം വേറെ നടന്നു അല്ലേ അച്ഛാ എന്ന് പറഞ്ഞ സച്ചി. അങ്ങനത്തെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നിൽക്കുമ്പം ഈ ഫോട്ടോസൊക്കെ അവാർഡിന് അയച്ചാലേ എനിക്ക് ഉറപ്പായിട്ടും അവാർഡ് കിട്ടുമെന്ന് ഈ ഫോട്ടോഗ്രാഫർ പറയുമ്പം നിങ്ങൾക്കിത് അവാർഡ്, ഞങ്ങൾക്കിത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. അങ്ങനെ അവർ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കാം. ഈ സമയത്ത് നമ്മുടെ ബീരാനിക്ക് അതിൽ ഓടിപ്പാഞ്ഞ് നടക്കും. ഒരിടത്തും ഒരു സ്വസ്ഥത ഇല്ലല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു. ഇനി എന്നാ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബീരാനിക്ക് ഇങ്ങനെ തലക്ക് ഭ്രാന്തെടുത്ത അതിൽ നടക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഓടി അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് അവരെന്നെ ഇവിടെ വെച്ച് കാണാതിരുന്നത്. എന്നാലും എത്ര നേരം ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റും? പെട്ടുപോയല്ലോ ഞാൻ, പിടിക്കപ്പെട്ടാൽ തീർന്നു. എൻ്റെ ദൈവമേ, അത് ഓർക്കാൻ പോലും എനിക്ക് വയ്യാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇവരെല്ലാവരും പിന്നെയും കാണൂ എന്നുള്ള പേടിയാണ്. എന്നിട്ട് തന്നെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുക. ഈ സമയം കൊണ്ട് സച്ചി അതിൽ ഓടി നടക്കുക കേട്ടോ. അപ്പോൾ അച്ഛനെ തപ്പി വന്ന. അപ്പോൾ അച്ഛാ ഗുളിക കൊണ്ടുവന്നായിരുന്നു എന്ന് ചോദിച്ചു. കൊണ്ടുവന്നതാ. അപ്പോൾ ഗുളിക കഴിച്ചോന്ന് ചോദിച്ചു. കഴിച്ചില്ല. കൊള്ളാം, ഭക്ഷണം കഴിച്ചല്ലോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ള ഗുളികയല്ലേ അതെന്താ അച്ഛൻ കഴിക്കാതിരുന്നത്? എടാ ഒരു അരമണിക്കൂർ വൈകിയെന്ന് വെച്ച് പ്രശ്നമൊന്നും ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ പിന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഭക്ഷണത്തിന് മുമ്പ് ശേഷം എന്നൊക്കെ ഡോക്ടർമാർ എഴുതുന്നതല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ അച്ഛൻ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണമെന്ന് സച്ചി. എന്നാലേ ഞാൻ പോയിട്ട് ഗുളിക കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനിത് എവിടെ പോവാ? എടാ കിച്ചണിലെ ഗുളിക കഴിക്കണമെങ്കിൽ വെള്ളം വേണ്ടേ? അച്ഛൻ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു സച്ചി. ഇവൻ്റെ ഒരു കാര്യം എന്നാൽ ചിലപ്പോൾ എടുത്തുകൊണ്ട് വരാൻ പറയാം. അപ്പോഴത്തേക്ക് ശ്രുതി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. പേടിച്ച് വിറച്ച് അടുത്തത് പിടിക്കുമെന്നുള്ള പേടിയാണ്. എൻ്റെ ദൈവമേ, ബീരാൻ കിച്ചണിലാണോ ഉള്ളത്? സച്ചി അദ്ദേഹത്തെ കാണും. എൻ്റെ ഈശ്വരന്മാരെ, ഇനി എന്നാ ചെയ്യും? ഇപ്പം ഞാൻ എന്നാ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. ആൻറ്റി, ഞാൻ ഈ ഫോണൊന്ന് ചെയ്തിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോകാം. അപ്പം മീരയെ വിളിക്കാനാണ് നമ്മളെ. അപ്പോൾ അല്ലല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കണം, ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി ഓടുക.
അപ്പോൾ ശ്രുതി ഫോൺ വിളിക്കുന്നത് പോലെ അഭിനയിച്ച് നേരെ കിച്ചണിൻ്റെ അങ്ങോട്ട് പോകും, അതായത് ബീരാനെ വിളിക്കാനായിട്ട്. അപ്പോൾ ബീരാൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. എൻ്റെ ദൈവമേ, ഇയാൾ എവിടെ പോയി കിടക്കുക? സച്ചി ഇന്ന് ഉറപ്പായിട്ടും അയാളെ കാണുമല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകെ വല്ലാതെ അവസ്ഥയിൽ ഇങ്ങനെ പെട്ടെന്നെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് ബീരാനിക്ക് എല്ലാം നിയന്ത്രിക്കുകയാണ്. ബീരാനിക്ക് എങ്ങനെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. സച്ചി ചെന്നപ്പോൾ കുറച്ച് പേരൊക്കെ സച്ചിയെ കണ്ടു. സച്ചി അവരോടും ഒക്കെ ആയിട്ട് സംസാരിച്ചൊക്കെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് സച്ചി വരുന്നത് ബീരാനിക്ക കണ്ടു. ബീരാനിക്കൊക്കെ പിന്നെ എന്നാ ചെയ്യണമെന്ന് അറിയില്ല. അയ്യോ സച്ചി, അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നു പറഞ്ഞാൽ അയലിയിലൊക്കെ നോക്കി അവിടെ ഒരു ചെമ്പിരിക്കുക. തൽക്കാലം ഇതിനകത്ത് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് ആ ചെമ്പിനകത്ത് കയറി അത് അടച്ചങ്ങ് വെച്ചു. അപ്പോൾ ചേട്ടാ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നു. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഹോളിലുണ്ടല്ലോ, അതല്ല ചെറിയ ചൂടുവെള്ളം, അച്ഛന് ഗുളിക കഴിക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ അതായി അവിടെ നിന്ന് എടുത്തോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചേട്ടൻ കാണിച്ചു കൊടുത്തു. അതും ബീരാനിക്ക കയറിയിരിക്കുന്ന ചെമ്പിൻ്റെ തൊട്ടരികിലുള്ള ആ ഒരു ഇതിൽ. ബീരാനിക്കാണെങ്കിൽ അതിനകത്ത് കയറി ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ശ്വാസവും മുട്ടുന്നുണ്ട്, പേടിയാകുന്നുണ്ട്, മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ. അപ്പോൾ ശരിയായിട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പം നമ്മുടെ അവിടെ ഇരുന്നൊരു ചേട്ടൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അച്ഛൻ മണ്ഡപത്തിലാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബീരാനിക്ക ഇരിക്കുന്ന ഇതിൻ്റെ മുകളിൽ കയറി ആ ചേട്ടൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുതുകത്തിരുന്ന് പുരാണം പറഞ്ഞുകൊണ്ടിരിക്കുക അവനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക അതിൻ്റെ അടിയിൽ തന്നെ കയറിയിരിക്കുക. അങ്ങനെ ബീരാനിക്ക അതിൻ്റെ അടിയിലിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്ന് എല്ലാവരുമായിട്ട് കണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. അപ്പോൾ ആ പെണ്ണ് അശോകൻ്റെ മോളല്ലേ എന്ന് ചോദിച്ചപ്പം ഏത് പെണ്ണ്? ആ കല്യാണ പെണ്ണേ, അവളൊരു ഫ്രോഡാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അവർ. അതാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആ ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയതല്ലേ, തല തെറിച്ച പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് സച്ചി വരുക. അപ്പോൾ അത് കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഒളിച്ചോടി പോയൊരു ദിവസം ആ ചെറുക്കൻ്റെ കൂടെ താമസിച്ചതുമാണെന്ന കാര്യവും പറഞ്ഞു. പിറ്റേ ദിവസം അവളുടെ ആൾക്കാർ അവളെ കൂട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ അടക്കം പറയുകയാണ്. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കല്യാണം നടത്തുന്നത്, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ആ പെണ്ണിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞും വളരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചേട്ടനൊക്കെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞപ്പം അങ്ങനെയൊക്കെയാണോ? അപ്പോൾ അവള് ഗർഭിണിയാന്നേ, അതുകൊണ്ട് ധൃതി പിടിച്ച് കല്യാണം വരെ നടത്തുന്നെന്ന് പറഞ്ഞപ്പോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓടി വന്നു. വായി തോന്നുന്നു വിളിച്ചു പറയുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ആളെ അടിയും വെച്ചു കൊടുത്തു. പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ ചെവിക്കല് തീർത്തൊരു അടിയും വെച്ച് കൊടുത്തു നമ്മുടെ സച്ചി. അപ്പോൾ ആരോടാ നീ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അടുത്ത ചെവിക്കിട്ട് പിന്നെയും കൊടുത്തു. അപ്പോൾ നീ ഇപ്പം അനാവശ്യം പറഞ്ഞതേ എൻ്റെ പെങ്ങളെക്കുറിച്ചാടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുക കേട്ടോ. കല്യാണം ഭംഗിയായിട്ട് നടക്കണം, അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നതെന്ന് സച്ചി അയാളോട് പറഞ്ഞു. അയാളിങ്ങനെ പേടിച്ചരണ്ട് നോക്കിയിരിക്കുക. ഇനി നീ വാ തുറന്ന് പോയേക്കരുതെന്ന് പറഞ്ഞു. മാളുവിനെക്കുറിച്ച് നീ ഇനി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ നിഴഞ്ഞു പോകേണ്ടി വരും നിനക്കെന്നും പറഞ്ഞ അയാളെ ശരിക്കും കൈകാര്യം ചെയ്തിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ സച്ചി അവിടെ നിന്ന് അച്ഛൻ്റെ കുടിവെള്ളം എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. സച്ചി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ അടി മേടിച്ചവൻ ഇങ്ങനെ സച്ചിയെ നോക്കുവാണ്. അയാൾക്ക് ഭയങ്കര ദേഷ്യം സച്ചിയോട്. അപ്പോൾ കഥയൊക്കെ കേട്ട് നിന്നവനും ആകെ വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുക. മറ്റവൻ കവളും തിരുമ്മി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. കുറച്ച് പേരൊക്കെ കാണുകയും ചെയ്തു അവരത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സച്ചി വെള്ളമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അച്ഛാ ഗുളിക കഴിക്കാൻ പറഞ്ഞു. കണ്ടോ ചന്ദ്രേ, അവൻ്റെ കരുതൽ കണ്ടോ? നീ ഇത് വല്ലതും ഓർത്തോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്നെ കുത്തിക്കോ, ഒരു പ്രായം കഴിയുമ്പോൾ മറവിയൊക്കെ കൂടും, ഓർത്ത് കൊടുക്കേണ്ട ബാധ്യത മക്കളുടേതാണെന്നൊക്കെ ചന്ദ്രമതി പറയുവാണ്. ശ്രുതിക്ക് എന്തേലും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് അടി മേടിച്ച ആളും കൂടെയുള്ള ആളും കൂടെ ഇവരുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കാം. അവനവിടെ നിൽപ്പുണ്ട്, നീ വന്നവർ അപ്പോൾ കൊടുത്താലോ? അപ്പം ഇവിടെ വെച്ച് വേണ്ട, ആൾക്കാരുണ്ട്, ആകെ അലങ്കോലം ആകുമെന്നും പുറത്ത് വെച്ച് കൈകാര്യം ചെയ്യാമെന്നും അയാൾ പറയാട്ടോ. നീ അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് കൂടെയുള്ള ആൾ പറഞ്ഞിട്ട് അപ്പം സച്ചിയോട് താനൊന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പം നീ പറയാതെ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ പേടിച്ചോടുന്നവനാണെന്ന് കരുതിയോ? നിങ്ങൾ ഞാൻ വരാം എന്ന് സച്ചി പറയുക കേട്ടോ. അപ്പോൾ എന്താടാ എന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും മറ്റേ ആൾ പുറത്തേക്ക് പോയി. അയാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പം രേവതിക്കാകത് രേവതി ഇങ്ങനെ നോക്കാം. അപ്പം അവനിപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. മറ്റേ ആൾ അടി മേടിച്ച ആൾ ഷർട്ടിൻ്റെ കൈയൊക്കെ മടക്കി പൊക്കി ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സച്ചി ഇവർ രണ്ടുപേരെ ഇങ്ങനെ തുറച്ച് നോക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. അമ്മ ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോൾ ഡാ എന്താ പ്രശ്നം, നീ എവിടെ പോവാ? എന്താ? അതിൽ ഒരുത്തന് മാത്രമേ ഞാൻ നേരത്തെ കൊടുത്തുള്ളൂ, എല്ലാവർക്കും വേണമെന്നാണ് പറയുന്നതെന്ന് സച്ചി. ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ അവരെ ആരെങ്കിലും തല്ലിയോ? അപ്പം തല്ലിയെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ രേവതിയെ, എന്താ ഇത്? ഏതെങ്കിലും ഫംഗ്ഷൻ നീ അടി ഉണ്ടാക്കാതിരുന്നിട്ടുണ്ടോടാ? ഇവിടെ ഒഴിവായിപ്പോയെന്നാണ് ഞാൻ കരുതിയത്. നീ നന്നാവില്ലടാ, നന്നാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ശാപവാക്ക് പോലെ പറയും നീ പുള്ളിക്കാരി. മുമ്പൊക്കെ കുടിച്ചിട്ടായിരുന്നു, ഇപ്പോൾ കുടിക്കാതെ തന്നെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറയുക. പിന്നെ
മൊത്തം നീ ഇങ്ങനെ അലങ്കോലാക്കാൻ നടക്കുവാണോടാന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒരു കല്യാണം നടക്കല്ലേടാ, നമ്മുടെ കുടുംബത്തിലൊരു കുട്ടിയുടെ കല്യാണം അല്ലേടാ നടക്കുന്നത്, അത് നീ മറന്നു പോയോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ അവൻ പറഞ്ഞത് കേട്ടാലേ എൻ്റെ സ്ഥാനത്ത് അച്ഛനാണെങ്കിൽ പോലും ചിലപ്പോൾ തല്ലി പോകുമെന്ന് പറഞ്ഞു. എന്താ ഉണ്ടായത് സച്ചേട്ടാ എന്നിങ്ങനെ രേവതി ചോദിച്ചപ്പം സച്ചി ഈ കാര്യം പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുകയാണ്. ടാറ്റാ, സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.